ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ അമേരിക്ക അമിതമായി തയ്യാറെടുക്കുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. എന്തിനാണ് അമേരിക്ക അമിതമായി തയ്യാറെടുക്കുന്നത്? അമേരിക്ക തങ്ങളുടെ സൈന്യത്തിലെ റിക്രൂട്ട്മെന്റ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള ഓരോ യുവാവും നേരിട്ട് ഹാജരായി സർക്കാർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഇതിനെ സെലക്ടീവ് സർവീസ് രജിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നു. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ രജിസ്ട്രേഷൻ യാന്ത്രികമായി നടക്കും. യുവാവിനൊന്നും ചെയ്യേണ്ടതില്ല. സർക്കാർ തന്നെ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യും. ഈ നിയമം 2026 ഡിസംബർ വരെ തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സെലക്ടീവ് സർവീസ് രജിസ്ട്രേഷൻ എന്നത് സൈന്യത്തിലേക്ക് വിളിക്കേണ്ട യുവാക്കളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയാണ്. എന്നിരുന്നാലും അതിലൊരു നിർബന്ധവുമില്ല. പക്ഷേ രാജ്യത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ വിളിക്കുന്നു. ഇതിനെയാണ് ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. 1970-ലെ വിയറ്റ്നാം യുദ്ധകാലത്ത് ഡ്രാഫ്റ്റ്, അതായത് നിർബന്ധിത നിയമനം നേരിട്ട് നടപ്പിലാക്കി. യുഎസിലെ സൈന്യം ഇപ്പോൾ സ്വമേധയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ യുവാക്കൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. മാനുവൽ ഫോം പൂരിപ്പിക്കൽ അവസാനിപ്പിക്കുകയും പൂർണ്ണമായി ഓട്ടോമാറ്റഡ് ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 18 വയസ്സ് തികയുന്ന 30 ദിവസത്തിനുള്ളിൽ യുവാക്കൾ രജിസ്റ്റർ ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്ന ഈ കരട് 50 വർഷം മുമ്പ് വിയറ്റ്നാം യുദ്ധകാലത്ത് നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് നിയമപരമായ കുറ്റകരമായിരുന്നു. പിഴ, തടവ്, സർക്കാർ ജോലി നഷ്ടം എന്നിവ ശിക്ഷാർഹമായിരുന്നു. എന്തായാലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടത്തിയ കോൺസ്ക്രിപ്റ്റിന് സമാനമാണ് ഈ നടപടിയെന്ന് വിശകലന വിദഗ്ധർ ഇപ്പോൾ പറയുന്നു. അതായത് അമേരിക്കയിലെ സൈനിക റിക്രൂട്ട്മെന്റുകളിൽ അടിമുടി മാറ്റം വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക എന്തോ ഒരു വലിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.